Yes, finally CBSE 10th standard students in the results are announced and our results കണ്ട് ഒരുപാട് കുട്ടികൾ വളരെ ഹാപ്പിയാണ്. ഒരുപാട് കുട്ടികളെ വിളിച്ചു. അവർ പറഞ്ഞു മിസ് അടിപൊളി റിസൾട്ട്സ് ആണ്, നല്ല മാർക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുട്ടികളുണ്ട്. എന്നാൽ ചില കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിസ്സേ ഞാൻ ഇത്ര മാർക്സ് അല്ലായിരുന്നു മിസ്സേ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് എൻ്റെ എക്സാമിൽ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറ്റി, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സുഖമില്ലാണ്ട് അതുപോലെ കുറച്ച് കാരണങ്ങളൊക്കെ ആയിട്ട് അവരുദ്ദേശിച്ച മാർക്കിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അവർ ഭയങ്കര സങ്കടത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആകെ പെട്ടല്ലോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യു ഹാവ് എ സെക്കൻഡ് ചാൻസ്. നമ്മളുടെ CBSE ഈ വർഷം മുതൽ അല്ലെങ്കിൽ ഈ വർഷം എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ്മെന്റ് എക്സാം എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് ബോർഡ് എക്സാം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് ടു ബി ഷെഡ്യൂൾഡ് ഓൺ മെയ്. അപ്പം മെയിൽ നടക്കാൻ പോകുന്ന സെക്കൻഡ് ബോർഡ് എക്സാമിലേക്ക് എഴുതാനുള്ള അവസരം ഫസ്റ്റ് ബോർഡ് എക്സാം എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. സോ മാർക്സ് കുറഞ്ഞു പോയെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, CBSEയുടെ സെക്കൻഡ് ചാൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. സോ അതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി അവരുടെ LOC കൊടുക്കാനുള്ള സമയമാണ്. അതായത് അവരുടെ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ സ്കൂൾസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾസിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആരൊക്കെയാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾക്ക് സെക്കൻഡ് ബോർഡ് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾസ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ടീച്ചേഴ്സിനെ അത് അറിയിക്കുക. കാരണം അവർക്കത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റുകളുണ്ട്. അതേപോലെ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റുകളുടെയും ലാസ്റ്റ് ഡേറ്റുകളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സാം ഫീ പേയ്മെൻറ്റ് ഫസ്റ്റ് ഫേസിൻ്റെ വരുന്നത് 16th മുതൽ 20th വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ LOCയും കാര്യങ്ങളൊക്കെ അവർ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതായത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ബോർഡ് എക്സാമിൽ വരുന്ന ആൾക്കാർക്ക് എന്തായിരിക്കണം, ഫസ്റ്റ് ബോർഡ് എക്സാമിൽ അവരുടെ പേരുണ്ടായിരിക്കണം. പുതിയതായിട്ടുള്ള ഒരു പേരും എന്ത് ചെയ്യില്ല, സെക്കൻഡ് ബോർഡ് എക്സാമിന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ആൻഡ് പിന്നെ അവരുടെ ഓൾറെഡി നെയിംസ് കൊടുത്ത ആൾക്കാർ എന്ത് ചെയ്യേണ്ട, പുതിയതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പിന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യമേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന സമയം അന്നേ സർക്കുലർ വന്നിട്ടുണ്ട്, അന്നേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പേര് കൊടുക്കണം, നിങ്ങൾ എക്സാം ഫീ മാത്രം അടച്ചാൽ മതി. ഇനി ഇതിൽ പേര് വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ഫസ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പേര് കൊടുക്കുക, എന്തിന്, സെക്കൻഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ അവരൊരു ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ബേസിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് എഴുതിയ കുട്ടികൾക്ക് ഇനി തോന്നുകയാണ് എനിക്ക് മാത്സ് ബേസിക്സ് എഴുതിയാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് മാത്സ് ബേസിക്സ്, ആ ഓപ്ഷൻ മാറ്റാനുള്ള ഒരു സൗകര്യം വന്നിട്ടുണ്ട്. ഇനി ബേസിക് എഴുതിയ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് എഴുതുന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് എഴുതാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വേറെ ഓഫേർഡ് സബ്ജക്ട്സ്, അതായത് നിങ്ങൾക്ക് 3 സബ്ജക്ട്സ് വരെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ് ടു 3 സബ്ജക്ട്സ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അതിൽ ആ 3 സബ്ജക്ട്സ് എന്ന് പറയുന്നത് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് ആൻഡ് ലാംഗ്വേജസ്. ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് സ്പോർട്സ് സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ER കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എക്സാമിന് സെയിം കാറ്റഗറിയിൽ തന്നെയാണ് അവരെന്ത് ചെയ്യുക, എക്സാം എഴുതുക കേട്ടോ. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെ ഈ എക്സാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഡേറ്റാസും അവർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീ ഡീറ്റെയിൽസ് ആണ്. അതായത് എത്രയാണ് നിങ്ങളൊരു എക്സാമിന് ഫീ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നത് ഇന്ത്യ, നേപ്പാൾ, അതർ കൺട്രീസിലുള്ളതും തന്നിട്ടുണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 10th എക്സാം ഫീസ് അവർ പറയുന്നത് ഒരു സബ്ജക്റ്റിന് 320 rupees ആണ് പെർ കാൻഡിഡേറ്റ്. നിങ്ങൾ 3 സബ്ജക്ട്സ് എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ 960 rupees. ഓക്കെ. ഇനി നേപ്പാളിലാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് വരുന്നത് 1100 ആണ്. ആൻഡ് അതർ കൺട്രീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, പുറത്ത് GCC കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2200 ആണ് പെർ കാൻഡിഡേറ്റ് ഫോർ 1 സബ്ജക്ട് ആൻഡ് 6600 ആണ് 3 സബ്ജക്ട്സിനുള്ള ടോട്ടൽ ഫീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്നത് കേട്ടോ. ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ്, അതേപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പേര് കൊടുത്ത് ഫീസ് അടയ്ക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ 2000 rupees എന്തുണ്ട്, ലേറ്റ് ഫീ ഉണ്ട്. അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ കറക്റ്റ് ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യുക, ഫീയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ദെൻ ഇവിടെ കുറച്ച് ഇതവർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങൾ കേട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്, അവർ തന്നെ അതിൻ്റെ ആൻസേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ക്യാൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ബോർഡ് എക്സാം, ആർക്കൊക്കെ എഴുതാൻ പറ്റും. എനി സ്റ്റുഡൻറ്റ് ഹു ഹാസ് പാസ് ദ ഫസ്റ്റ് എക്സാമിനേഷൻ ആൻഡ് വിഷ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. ആരെങ്കിലും പാസ്, അതായത് ഫസ്റ്റ് എക്സാം പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് എഴുതാം. ആൻഡ് കമ്പാർട്ട്മെൻറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, സെയിം കാറ്റഗറിയിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. ആൻഡ് തേർഡ് ചാൻസ് കമ്പാർട്ട്മെൻറ്റുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഇഫ് മൈ നെയിം വാസ് നോട്ട് സബ്മിറ്റഡ് ഏർലിയർ, ആദ്യമേ നിങ്ങളുടെ പേര് കൊടുത്തിട്ടില്ല,
ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഫേസ് LOCയിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ രണ്ടാമത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എക്സാം ഫീസ് അടച്ചിട്ട് രണ്ടാമത് നിങ്ങൾക്ക് LOC കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേര് അതിൽ ആഡ് ചെയ്യാം. പക്ഷെ അവർ പറയുന്നത് എന്താണ്, ഫസ്റ്റ് എക്സാം എഴുതിയ കുട്ടികളായിരിക്കണം ഇത് സെക്കൻഡ് എക്സാം എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാം എഴുതാത്ത കുട്ടികൾക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് എക്സാമിലേക്ക് അപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി വാട്ട് ഇഫ് മൈ നെയിം വാസ് ഓൾറെഡി സബ്മിറ്റഡ് ഏർലിയർ, നിങ്ങളുടെ പേര് ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഫീസ് ഇപ്പോൾ അടയ്ക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്ന് എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം വിഡ്രോ ചെയ്യാനും പറ്റും. അതേപോലെ നിങ്ങൾക്ക് സബ്ജക്ട്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, ഇപ്പോൾ റിസൾട്ട്സ് അറിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ സബ്ജക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്യാൻ ഐ ചേഞ്ച് മൈ മാത്തമാറ്റിക്സ് ഓപ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാത്സ് ബേസിക്സ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ആക്കാം, സ്റ്റാൻഡേർഡ് എന്നുള്ളത് ബേസിക് ആക്കാനുള്ള ഓപ്ഷനും ഇപ്പോൾ തന്നിട്ടുണ്ട്. ഹൗ മെനി സബ്ജക്ട്സ് ക്യാൻ ഐ ഇംപ്രൂവ്, നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വരെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഔട്ട് ഓഫ് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് ആൻഡ് ലാംഗ്വേജസ്. ആൻഡ് സ്പോർട്സ് സ്റ്റുഡൻസ് എലിജിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദേ ആർ എലിജിബിൾ. As per policy, if the board has already given them permission, their names can be added during the schedule. Okay, and അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് അബൌട്ട് CWSN ആണ്, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ CWSN ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് എക്സാമിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതേ ഫെസിലിറ്റീസ് റിസീവ് ചെയ്തിട്ട് സെക്കൻഡ് ബോർഡ് എക്സാമിനും അങ്ങനെ തന്നെ അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നോ ന്യൂ കാൻഡിഡേറ്റ് വിൽ ബി കൺസിഡർഡ് ഫോർ എക്സംഷൻ അണ്ടർ CWSN കാറ്റഗറി ഇൻ സെക്കൻഡ് ബോർഡ് എക്സാമിനേഷൻ. ഓക്കെ, ദെൻ വാട്ട് ഇഫ് ഹാപ്പൻസ് ഇഫ് ഐ പേ ദ ഫീ ബട്ട് ഡോണ്ട് അപ്പിയർ, നിങ്ങൾ ഫീസ് അടച്ചു പക്ഷേ അപ്പിയർ ചെയ്തില്ല, അപ്പോൾ എന്ത് സംഭവിക്കും, ഇഫ് എ നെയിം ഇസ് സബ്മിറ്റഡ് ആൻഡ് ഫീ പെയ്ഡ് ബട്ട് യു ഡു നോട്ട് അപ്പിയർ, യുവർ മെയിൻ എക്സാമിനേഷൻ റിസൾട്ട്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഫൈനൽ. അതായത് നിങ്ങൾ ഫസ്റ്റ് എഴുതിയില്ലേ, ആദ്യം എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട്സ് എന്താണോ അത് തന്നെ ആയിരിക്കും ഫൈനൽ റിസൾട്ട് ആയിട്ട് വരാം. വാട്ട് സിലബസ് വിൽ ബി യൂസ്ഡ്, സിലബസ് എന്ത് തന്നെ ആയിരിക്കും, വിൽ ബി കണ്ടക്റ്റഡ് ഓൺ ദ സെയിം സിലബസ്, നിങ്ങളുടെ മെയിൻ എക്സാം ഏത് സിലബസിലാണോ നടന്നത് അതേ സിലബസിൽ തന്നെ ആയിരിക്കും സെക്കൻഡ് എക്സാമും കണ്ടക്ട് ചെയ്യുക. വേ ക്യാൻ ഐ ഫൈൻഡ് ദ സ്കെഡ്യൂൾ ഫോർ ഫീ പേയ്മെൻറ്റ് ആൻഡ് LOC സബ്മിഷൻ. സ്കെഡ്യൂൾ എന്ന് പറയുന്നത് CBSE സർക്കുലർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഫീ പേയ്മെൻറ്റിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നിട്ടുണ്ട്. ആൻഡ് സ്കൂൾസ് എന്ത് ചെയ്യണം, അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയും കുട്ടികൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സെക്കൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിൽ എന്തെങ്കിലും എന്താ പറയുക മാർക്ക് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ടൈം. നിങ്ങൾ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ഫീ അടയ്ക്കാനുള്ള സമയമായി. പേര് കൊടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത് പേര് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചാൻസ് മിസ്സാക്കാതിരിക്കുക. ആർക്കെങ്കിലും നന്നായിട്ട് ഒന്നും കൂടെ പഠിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്മിറ്റ് യുവർ നെയിം നൗ ഇറ്റ് സെൽഫ് ടു യുവർ സ്കൂൾസ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇതേപോലെ നമ്മളുടെ അടുത്ത് കുറേ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ തന്നെ ഒരുപാട് പറഞ്ഞു മിസ് ഞങ്ങൾക്ക് ഒന്നും കൂടെ സപ്പോർട്ട് വേണം ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പുതിയതായിട്ട് എന്തെങ്കിലും സപ്പോർട്ടും അതേപോലെ ക്ലാസ്സസും നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളുടെ വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടി ഞങ്ങളൊരു പുതിയൊരു ബാച്ച് തന്നെ റൺ ചെയ്യാൻ റെഡിയാണ്. സോ വി ഹാവ് എ സ്പെഷ്യൽ ബാച്ച് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസ്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്, അത് ഫില്ല് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കോൾ വഴി വരുന്നതായിരിക്കും കേട്ടോ. സോ ആർക്കെങ്കിലും അതുപോലൊരു സ്പെഷ്യൽ എന്താ പറയുക ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു അസിസ്റ്റൻസ് വേണം, നമ്മുടെ ക്ലാസ്സസ് കാണണം, ഒന്നും കൂടെ നന്നായിട്ട് പഠിച്ച് അടിപൊളിയായി പഠിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തണം, അടിപൊളിയായിട്ട് മാറണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുള്ളത് അൺടിൽ മെയ്. ഓക്കെ, നിങ്ങളുടെ എക്സാം നടക്കുന്ന വരെയുള്ള ഒരു ബാച്ച് ആയിരിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ഗീവ് മീ ദ നെയിം ബിലോ. താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു ഗൂഗിൾ ഫോം നമ്മൾ തന്നിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്, രജിസ്റ്റർ ഓൺ ഇറ്റ് ആൻഡ് സീ യു ഇൻ എ ജോബ്.